Glory be to the Father, and to the Son, and to the Holy Spirit. Good evening, everyone. Welcome to the fourth day of our Shunoy prayer series. Today's prayer is going to be led by Achama Philip. She is the unit secretary from St. Gregory's Church, Austin. I invite Achama to take over the prayer today. താങ്ക് യു ഷിനി. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട എ പി അച്ഛൻ, പ്രിയ കൊച്ചമ്മമാരെ, യൂണിറ്റ് സെക്രട്ടറീസ്, ആൻഡ് ഓൾ മൈ ഡിയർ മദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അനുഗ്രഹീതമായ ഈ ശൂനോയോ നോമ്പിൻ്റെ പ്രാർത്ഥന സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. ഓപ്പണിംഗ് പ്രയറിനായി ബഹുമാനപ്പെട്ട എ പി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നതിനും വരുവാനിരിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെ വർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഇന്നത്തെ ബൈബിൾ റീഡിങ്ങിനായിട്ട് മിസ് ആനി സക്രായ. ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 10 വരെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആവുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണു ഇരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടുതീകളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംബത്തോടും ഹൃദയ ഗർവത്തോടും കൂടെ പറയുന്ന എഫ്രൈമും ശമര്യ നിവാസികളുമായ ജനമൊക്കെയും അതറിയും. പാർക്കുമോ. സോങ്ങിനായിട്ട് ആനി സക്രായെ തന്നെ ഒന്നുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര
എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ. എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതം ആക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യയായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. Thank you so much, Annie, for that beautiful song. Now we are going to hear a devotional message from Mrs. Eliama Tamarashero from St. Gregorios Orthodox Church, South Florida. I welcome her to give today's devotional message. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എന്നാ തുടങ്ങിക്കോട്ടെ. യെസ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്ദ്യ തിരുമേനി, വന്യ വൈദികരെ, ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇബിയച്ച, ഷിനി, ഷീന and all our sisters in Christ. As we all know, August 1 through 15, we observed Shunoyo Lent. This is one of the ancient canonical Lent. We observed this Lent in the memory of Saint Mary. Saint Mary is the greatest saint among all the saints. സകല ശുദ്ധിമാന്മാർക്കും ഉപരിയായി വസിക്കുന്ന ശുദ്ധിമതിയായ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ അഥവാ ശൂനോയോ പെരുന്നാൾ ഈ നോമ്പിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ നോമ്പ്. വചനമായ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് തൻ്റെ ഉദരത്തിൽ വഹിച്ച് ബേത്ലഹേമിൽ പ്രസവിച്ച് നസ്രയത്തിൽ വളർത്തി ക്രൂശിനോളം തൻ്റെ പുത്രനെ അനുധാപനം ചെയ്ത് കഷ്ടതയാകുന്ന കുന്തത്താലെ സ്വയം കുത്തേറ്റപ്പെട്ടവളാണ് പരിശുദ്ധ ദൈവമാതാവ്. സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും പരിശുദ്ധ ദൈവമാതാവ് എന്ന പദവിയിലേക്ക് പരിശുദ്ധ അമ്മ ഉയർത്തപ്പെട്ടെങ്കിൽ ജീവിതത്തിന്റെ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ഞെരുക്കങ്ങളെയും കണ്ണുനീരിനെയും മുള്ളുകളെയും ഹൃദയത്തിൽ കടക്കുമെന്ന് പറഞ്ഞ വാളിനെയും ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നതാണ്. യുവാക്കീം ഹന്ന ദമ്പതികളുടെ മകളായി പിറന്നു ജെറുസലേം ദേവാലയത്തിൽ ജീവിച്ച് ദേവാലയ പണികളൊക്കെയും ചെയ്ത ഒരു ബാലികയെ യഹോവയായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രന് ജന്മം നൽകുവാൻ തിരഞ്ഞെടുത്തത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ കാണാം,
ഗബ്രിയേൽ ദൂതൻ മറിയാമിനോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. മറിയാമ്മ വാക്ക് കേട്ട് ഭ്രമിച്ചു. ദൂതൻ അവളോടെ, മറിയാമ്മയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മറിയാം ദൈവദൂതന്റെ സ്വരം ശ്രവിച്ചു, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ വചനം സ്വീകരിച്ച മാതാവിനെയാണ് നാം കാണുന്നത്. എന്തുകൊണ്ടാണ് പിതാവായ ദൈവം മറിയാമിനെ തിരഞ്ഞെടുത്തത്? കന്യക മറിയാം ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ചവൾ ആയിരുന്നു. എന്തൊക്കെ ക്വാളിറ്റികളായിരുന്നു കന്യമറിയാമിനുണ്ടായിരുന്നത്? ഒന്നാമതായി വിശുദ്ധ ജീവിതം, സ്ഥിരമായ വിശ്വാസം, വിനയം, സമർപ്പണം, സഹനം, ഹൃദയശുദ്ധി, പതിവ്രത, ക്ഷമ, സ്നേഹത്തിന്റെ പാത്രം, അനുസരണ, ഇങ്ങനെ നീണ്ട നിരകളായിരുന്നു. തിയോട്ടോക്കോസ്, അത്യുന്നതനായ ദൈവത്തെ വഹിച്ചവൾ, അതുകൊണ്ട് രണ്ടാം സ്വർഗമെന്നറിയപ്പെടുന്നു. ഭാഗ്യവതിയായ പരിശുദ്ധ മറിയാമിനെ ഓർത്തഡോക്സ് സഭ ഉന്നതമായ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അദൃശ്യനായ ദൈവത്തെ അമ്മ ലോകത്തിന് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു. ദൈവം ഇറങ്ങി വസിച്ചതായ ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അത് പരിശുദ്ധ കന്യമറിയാമിലൂടെ നിവൃത്തിയായി. അതുകൊണ്ട് രണ്ടാം ഹൗവ എന്ന് അറിയപ്പെടുന്നത്. ഒന്നാം ഹൗവ പിശാചിന്റെ വാക്ക് കേട്ടു, അതുകൊണ്ട് പാപവും മരണവും ഉണ്ടായി. രണ്ടാം ഹൗവ ദൈവദൂതന്റെ വാക്ക് കേട്ട് അനുസരിച്ചു, അതുകൊണ്ട് ലോക ജനതയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യേശുമിശിഹ ഈ ലോകത്തിൽ വന്നു. യേശുവിന്റെ ജനനത്തിലും കാനാവിലെ കല്യാണശാലയിലും കാൽവറിയിലെ കുരിശിന്റെ ചുവട്ടിലും പെന്തക്കോസ് നാളിലെ മാളിക മുറിയിലും പരിശുദ്ധ അമ്മയുടെ ശാന്തമായ സാന്നിധ്യം കാണാം. നൊമ്പരങ്ങളുടെയും ത്യാഗത്തിന്റെയും ഇടമായിരുന്നു സഹനങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മ. മാതാവ് നമുക്കൊരു വഴികാട്ടിയാണ്. പരിശുദ്ധ അമ്മയുടെ വാനോളം ഉയരുവാനുള്ള വിശുദ്ധിയും ഭൂമിയോളം താഴുവാനുള്ള എളിമതയുമാണ് നമ്മൾ ഓർക്കേണ്ടത്. പരിശുദ്ധ അമ്മ എന്നും നമ്മെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ്. പരിശുദ്ധ അമ്മയെ സാക്ഷ്യപ്പെട്ടകം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തായിരുന്നു ഈ സാക്ഷ്യപ്പെട്ടകത്തില്? സാക്ഷ്യപ്പെട്ടകത്തില് 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകയും മന്ന നിക്ഷേപിത ചെപ്പും അഹ്റോന്റെ തളർത്ത വടിയും. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയാണ് ഈ സാക്ഷ്യപ്പെട്ടകം. കഷ്ടത കൊണ്ട് തന്നെ ഒരുക്കിയെടുത്താണ് സാക്ഷ്യപ്പെട്ടകമായത്. സ്വർഗീയ മന്ന സൂക്ഷിച്ചിരുന്നതായിരുന്നു സാക്ഷ്യപ്പെട്ടകത്തില്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ അത് വിവരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വസിച്ച ദൈവപുത്രനെ ജന്മം കൊടുക്കുവാൻ സാധിച്ച പരിശുദ്ധ അമ്മ കുറവുകളെ നിറവുകൾ ആക്കുന്നതായിരുന്നു. എക്സാമ്പിൾ, വെഡിങ് ഇൻ കാന, സെയിന്റ് ജോൺ ചാപ്റ്റർ 2, 1-12. അവിടെ പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞത്, അവൻ പറയുന്നത് നിങ്ങൾ അനുസരിപ്പീൻ. അതുപോലെ പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, കർത്താവിന്റെ വാക്കനുസരിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷം 1:37 പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കന്യക മറിയാം ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ചതുപോലെ നാമും ദൈവ ഇഷ്ടം പാലിച്ച് ജീവിക്കണം. മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും നാം തയ്യാറാകണം. ദൈവഹിതത്തിന്റെ നന്മ തിരിച്ചറിഞ്ഞ അമ്മയെപ്പോലെ നാമും ദൈവഹിതത്തിന്റെ നന്മ തിരിച്ചറിയണം. ഈ നോമ്പ് അനുഗ്രഹപ്രദമായി തീരുവാനും പരസ്പര സ്നേഹത്തിനും കരുതലിനും ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കാം. വചനമായ പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരേണമേ, നമ്മുടെ കുറവുകളെ നിറവുകളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ സാക്ഷ്യമുള്ളവളായിരുന്നതുപോലെ നമുക്കും സ്വയം സാക്ഷ്യമുള്ളവരായി തീരാം. സർവശക്തനായ ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്കും കുടുംബത്തിനും നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും കാവലും കോട്ടയും ആയിരിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേ അവസരം തന്ന അച്ഛനോടും ഷിനിയോടും
എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. God bless us all. Thank you so much, Mrs. Eliama Tamarashiril, for that beautiful inspirational message. പരിശുദ്ധ അമ്മ കുറവുകളെ നിറവുകളാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയുടെ എല്ലാ ഗുണങ്ങളെപ്പറ്റിയും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് നാം പൂർണ്ണമായി അനുസരിച്ച് ദൈവഹിതം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധ അമ്മയുടെ ഗുണങ്ങളെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാം എന്നതിനെപ്പറ്റിയും ഞങ്ങളോട് അല്പനേരം സംസാരിച്ചതിന് വളരെ നന്ദി. നെക്സ്റ്റ് ലിറ്റ്നി ലീഡ് ചെയ്യാനായിട്ട് വിൻസി ആൻഡ് ഫോർ ദ റെസ്പോൺസ് ദീപ ജോർജ്. Could you please unmute yourselves? സ്റ്റാർട്ട് ചെയ്യട്ടെ? Please. Thank you. വിശുദ്ധ ദൈവമാതാവിനുള്ള ലുത്തിനിയ പ്രാർത്ഥന. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയാകുന്ന പരിശുദ്ധയും ശുദ്ധമതിയുമാകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടുക്കാക്കപ്പെടുന്നതിനും കറകൾ മാഞ്ഞു പോകുന്നതിനുമായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ സമാധാനപ്പെടുത്തുന്നതിനായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മീയ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Thank you so much, Binsi and Deepa. ഇല്ലാതെ മൊത്തം കഴിഞ്ഞില്ലായിരുന്നു. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഖേദത്തിൽ ഇരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധന്മാർ താങ്ങപ്പെടുന്നതിനാലും യുവാക്കൾ പരിഭാഗതയുള്ളവരായി തീരുവാനും പൈതങ്ങൾ കാക്കപ്പെടുവാനും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിൽ കഴിയുന്നവർ ഐക്യപ്പെടുന്നതിനായിട്ടും സത്യ അനുതാപവും മാനസാന്തരവും സഭയിൽ ഉണ്ടാകുന്നതിനുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മർത്തമറിയം വനിതാ സമാജത്തിന്റെ എല്ലാ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവമാതാവേ, ദൈവപുത്രനുള്ള മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസന്നിധി കൈക്കൊള്ളപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാകന്മാരുടെയും പിതാക്കന്മാരുടെയും ദിവ്യന്മാരുടെയും സഹദേവന്മാരുടെയും മൗദ്യാനന്മാരുടെയും കന്യകമാരുടെയും സകല പരിശുദ്ധന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Thank you, Binsi and Deepa. Blessy, ലൈനിലുണ്ടോ? ഇന്റർസെസറി പ്രയറിനായിട്ട് ബ്ലസ്സിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സുഖേ പിതാവേ, കർത്താവേ, ഈ ദിവസത്തിന്റെ സന്ധ്യാസമയത്ത്
കർത്താവെ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവമേ, ദൈവമാതാവിൻ്റെ ഈ ഈ ഒരാഴ്ചക്കാലം കർത്താവെ ഞങ്ങൾ ജാഗരണത്തോടെ കർത്താവെ പ്രാർത്ഥിപ്പാനും ഞങ്ങൾ ബൈബിൾ വായിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവമേ. എൻ്റെ കർത്താവെ, കഴിഞ്ഞ പാൽക്കാലമൊക്കെയും ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വേണ്ട അനുഗ്രഹങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുന്നതിനായിട്ട് കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാപിച്ചതൊക്കെയും അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഒന്നും മാത്രമാവുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങൾ പുറകോട്ടുള്ള ഞങ്ങളുടെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ കർത്താവെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പുകഴുവാനായിട്ടൊന്നുമില്ല കർത്താവെ. അവിടുന്ന് തന്ന അനുഗ്രഹങ്ങൾ മാത്രമാവുന്നു ദൈവമേ. നിന്റെ സന്നിധിയിൽ കർത്താവെ താഴ്മയുള്ളവരായിട്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ മുതൽ അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു കർത്താവെ. ഈ ദിവസത്തിൻ്റെ ഈ നിമിഷം വരെയും കർത്താവെ അവിടുത്തെ തങ്കച്ചിറടിയിൽ ഞങ്ങളെ അവിടുന്ന് പൊതിഞ്ഞതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കാലിനെ കല്ലിനോട് തട്ടാതെ വണ്ണവും ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നൊക്കെയും വിടുവിച്ച് കർത്താവെ അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന നല്ല കൃപയ്ക്കായിട്ട് ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്നാൽ അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങൾക്ക് കർത്താവെ ഞങ്ങൾ എന്ത് പകരം തരുന്നു എന്ന് നോക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്കൊന്നും ദൈവമേ തരുവാനായിട്ടില്ല കർത്താവെ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളുടെ ഒരു കൂമ്പാരം മാത്രമേ കർത്താവെ ഉള്ളു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ. എൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആത്മാവിനെ നിനക്ക് വേണ്ടി തരുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവരായിട്ട് കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, നീ എന്തൊക്കെ നേടിയാലും ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ നേടുന്നില്ല എങ്കിൽ കർത്താവെ ഞങ്ങൾ ജീവിക്കുന്ന വെറും വ്യർത്ഥമാകുന്നു എന്ന് കർത്താവെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഞങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാനും കർത്താവെ നിന്നെ വാഴ്ത്തുവാനും കർത്താവെ അവിടുന്ന് തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, ഈ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ തലമുറയും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവെ. എൻ്റെ ദൈവമേ, അവരെ കർത്താവെ അവരുടെ പോക്കില് വരവില് കർത്താവെ നിന്റെ കൃപ കൂടുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവെ അവര് ദൈവമേ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും കർത്താവെ അവര് യാത്ര ചെയ്യുമ്പോഴൊക്കെയും കർത്താവെ നിന്റെ ആ ആണിപ്പഴുതുള്ള കരന്തോട്ട് നിന്റെ കുഞ്ഞുങ്ങളോട് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തവളപ്പിലെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എൻ്റെ ദൈവമേ, അവര് തെറ്റിപ്പോവാനിടയാക്കല്ലേ അപ്പ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ തലമുറകൾ കർത്താവ് നിന്റെ സഭയ്ക്ക് കൊള്ളാവുന്നവരായിട്ട് കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തിന് കൊള്ളാവുന്നവരായിട്ട് കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് കൊള്ളാവുന്നവരായിട്ട് എൻ്റെ ദൈവമേ ആയി തീരുവാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, കർത്താവെ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ച് കർത്താവെ ഈ ലോകത്തിൽ നട്ടം തിരിയുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അതിന് അടിമപ്പെട്ടു പോകാൻ അവിടുന്ന് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവെ തെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളോട് കർത്താവെ ഇതാവുന്ന നല്ല വഴിയെന്ന് പറഞ്ഞു കർത്താവെ നീ അവരെ വിളിച്ചു വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, തിരുമേനിമാരെയെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തിരുമേനിയെ പ്രത്യേകം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവെ. എൻ്റെ ദൈവമേ, നിന്റെ കൃപയും ശക്തിയും അനുഗ്രഹങ്ങളും കൂടുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അച്ഛന്മാരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവെ. അതുപോലെ കർത്താവെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവെ. എൻ്റെ ദൈവമേ, MMSന്റെ ഗ്രൂപ്പിൽ കർത്താവെ എൻ്റെ ദൈവമേ ആയിരിക്കുന്ന എല്ലാവരും അവിടെ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുടെ ആവശ്യങ്ങളും ഞങ്ങൾ അറിയുന്നില്ല എൻ്റെ അപ്പ, എന്നാൽ നീ എല്ലാം അറിയുന്ന നല്ല ദൈവമാണെന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോരുത്തരുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിന്ന് പ്രവർത്തിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, ഒരു പ്രാവശ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവെ. ഇന്നത്തെ രാത്രികാലം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവെ. സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്റെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ അവിടെ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, ഒരു പ്രാവശ്യം കൊണ്ട് ദൈവമേ പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. മാനവും മഹത്വവും അവിടെ നിന്ന് എടുക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പവരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Amen. Thank you so much, Epiachan, Shini, and all who joined today. May God bless you all. Have a good night.